ഭക്ഷ്യവസ്തുക്കളുടെയും അവശ്യവസ്തുക്കളുടെയും വില കുതിച്ചുയരുന്നത് തടയാൻ സർക്കാർ ഇടപെടൽ ഫലപ്രദമാണോ? നിങ്ങൾക്കും പ്രതികരിക്കാം. കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ഉണ്ടായത് കേരളത്തിലാണ്. സ്വർണ്ണവില കൂടിയതും വെളിച്ചെണ്ണ വിലയിലെ വർധനയുമാണ് ഇത്ര വലിയ വിലക്കയറ്റത്തിന് കാരണമെന്നാണ് ഇതുവരെ വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ പുതിയ കണക്കനുസരിച്ച് കേരളത്തിൽ ഓഗസ്റ്റിലെ വിലക്കയറ്റ നിരക്ക് 9%. തൊട്ടടുത്ത സ്ഥാനത്തുള്ള കർണാടകയിലും ജമ്മു കശ്മീരിലും വിലക്കയറ്റ നിരക്ക് ഇതിന്റെ പകുതിയിലും താഴെയാണ്. 3.8%മേ ഉള്ളൂ. എന്തുകൊണ്ടാണ് രാജ്യമാകെ വിലക്കയറ്റം കുറഞ്ഞ നിരക്കിലെത്തുമ്പോഴും കേരളത്തിൽ അത് പിടിച്ചു നിർത്താൻ കഴിയാത്തത്? നമുക്കതൊന്ന് പരിശോധിക്കണം. അതിനു മുൻപ് വിപണിയിലേക്കൊന്ന് പോകാം. നമ്മുടെ പ്രതിനിധികൾ തയ്യാറാണ്. അഭിജിത്ത് മുഴക്കുന്ന്, ഗോപാൽ ശിലാസനൽ, അലി അക്ബർ ഷാ, ദീപക് മലയമ്മ, അരുൺ സോളമൻ, ആർ റോഷിപാൽ എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത്. നമുക്ക് കോഴിക്കോട്ട് നിന്ന് തന്നെ തുടങ്ങാം. ഗുഡ് ഈവനിംഗ് അഭിജിത്ത് മുഴക്കുന്ന്. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പൊള്ളിയത്. വെളിച്ചെണ്ണ വില കുതിച്ചു 500 കടന്നു നിൽക്കുന്നു. പിന്നീട് സർക്കാർ ഇടപെടുമ്പോൾ വിപണി വില താഴേക്ക്, അതായത് സപ്ലൈകോ വഴിയൊക്കെ ലഭിക്കുന്ന വെളിച്ചെണ്ണയുടെ വില ഒന്ന് താഴേക്ക് വരുന്നു. അതാണ് നമ്മൾ കണ്ടത്. വിലക്കയറ്റം നമ്മൾ അനുമാനിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു തരത്തിലും സങ്കല്പിക്കുന്നതിനേക്കാൾ മുകളിലേക്ക് പോയ വർഷമായിരുന്നില്ലേ ഇത്തവണത്തേത്? സുജയ, അക്കാര്യത്തിൽ സംശയമില്ല. വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും വലിയൊരു വില്ലനായി മാറിയത്. കാരണം നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് മലയാളികളുടെ ജീവിതത്തിൽ, വെളിച്ചെണ്ണ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അതില്ലാത്ത ഒരു വിഭവം അല്ലെങ്കിൽ ഭക്ഷണക്രമം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. വെളിച്ചെണ്ണയുടെ വില വളരെ കുത്തനെ അങ്ങ് ഉയർന്നു. ഓണത്തിന് തൊട്ട് മുൻപ് 450 കടന്ന് വെളിച്ചെണ്ണ വില ഉയർന്നതാണ്. പിന്നീട് സർക്കാർ ഇടപെട്ടു. സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഫലമായാണ് ഓണസമയത്ത് ഏതാണ്ട് 370 രൂപയ്ക്കൊക്കെ വെളിച്ചെണ്ണയുടെ വില പിടിച്ചു നിർത്താനായി കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ വീണ്ടും വെളിച്ചെണ്ണയുടെ വില ഉയർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് പറമ്പിൽ ബസാറിലുള്ള ഒരു വെളിച്ചെണ്ണയുടെ മൊത്ത വിൽപ്പന നടത്തുന്ന സ്ഥാപനത്തിലാണ്. നിലവിലിപ്പോൾ ഇവിടെ ഈ വിലവിവര പട്ടികയൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിൽ നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം ഈ വിലയെക്കുറിച്ചുള്ള ഒരു ധാരണ ലഭിക്കും. 1 കിലോ അളവിലാണ് വെളിച്ചെണ്ണയെങ്കിൽ 410 രൂപ കൊടുക്കണം. ഒരു ലിറ്ററിന്റെ ബോട്ടിലാണെങ്കിൽ 400 രൂപ കൊടുക്കണം. കവർ ആണെങ്കിൽ 395 രൂപ കൊടുക്കണം. അതായത് 370 രൂപയ്ക്കടുത്തേക്ക് കുറഞ്ഞ വെളിച്ചെണ്ണയുടെ വില വീണ്ടും ഏതാണ്ട് 20-30 രൂപയൊക്കെ കൂടുന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ചേട്ടാ, വെളിച്ചെണ്ണയുടെ വില ഏകദേശം എത്ര രൂപയുടെ അടുത്തൊരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്? 10-30 രൂപ വീണ്ടും കൂടിയല്ലേ ഓണം അടുപ്പിച്ചിട്ട് ഒരു 270, 275, 250 ആയിരുന്നു അന്ന് വെളിച്ചെണ്ണ റേറ്റ്. ഇപ്പോൾ അത് വീണ്ടും കൂടി 400-410 മുകളിലെത്തി. തേങ്ങൻ്റെ ദൗർലഭ്യം തന്നെയാണ് അതിന് മുഖ്യ കാരണം. നമുക്ക് അറിയേണ്ട കാര്യം, കഴിഞ്ഞ വർഷം ഈ സമയം എത്രയായിരുന്നു വെളിച്ചെണ്ണയുടെ വില? അത് ഒരു വർഷം കൊണ്ട് എത്രയാണ് കൂടിയിരിക്കുന്നത് എന്നതാണ് തേങ്ങൻ്റെ വില. അപ്പോൾ അത് പഴയ വിലയിലേക്ക് തന്നെ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ തേങ്ങ. പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ, അതായത് ഇതേ സമയത്ത് കഴിഞ്ഞ വർഷം വളരെ വില കുറവിലായിരുന്നു ഈ വെളിച്ചെണ്ണ നമുക്ക് കൊടുക്കാൻ പറ്റിയിരുന്നത്. ഏകദേശം എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട്? അത് കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് കൊപ്രയ്ക്ക് ഒരു 11,900 ആയിരുന്നു റേറ്റ്. അതിപ്പോൾ ഇപ്പോഴത് 238 എത്തി. അതുപോലെ തന്നെ വെളിച്ചെണ്ണയ്ക്ക് ഒരു 180-190 ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അത് ഇപ്പോൾ 400-ലെത്തി. അതായത് ലിറ്ററിന് 180 രൂപ മാത്രമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. അതാണ് 400-ലേക്ക് ഇത്തവണ എത്തിയത്. അതെ, തീർച്ചയായിട്ടും അതാണ് എത്തിയത്. അതായത് ഏകദേശം ഒരു 2-3 ഇരട്ടിയുടെ ഒക്കെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അത് ഇതിന്റെ ഉൽപാദനക്കുറവ് മാത്രമാണ് അതിനൊരു കാരണം. തീർച്ചയായും ഇതിന്റെ ഉൽപാദനക്കുറവ്. കേരളത്തിലാണെങ്കിൽ തേങ്ങക്ക് വളരെ ദൗർലഭ്യമാണ്. ഇപ്പം നമ്മളെ നാട്ടിലാണെങ്കിൽ തെങ്ങ് ആരും വെച്ച് പിടിപ്പിക്കുന്നില്ല. ഉള്ള തെങ്ങുകളൊക്കെ മുറിച്ചു പോവുകയാണ്. അത് വീടുണ്ടാക്കാനും ബിൽഡിംഗ് ഉണ്ടാക്കാനൊക്കെ മുറിച്ചു പോവുകയാണ്. നമ്മളൊക്കെ കുട്ടിക്കാലത്താണ് എല്ലാ വീടുകളിലും തേങ്ങ വെച്ച്, പഴയ ആൾക്കാർ തെങ്ങ് വെച്ച് പിടിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നോക്കിയാൽ, പ്രത്യേകിച്ച് നമ്മൾ ഈ ഭാഗങ്ങളിൽ ടൗൺ ഏരിയയിൽ ഒന്നും അങ്ങനത്തെ ഒരു സംഭവമില്ല. ഉള്ള തെങ്ങുകൾ മുറിച്ച് മാറ്റപ്പെടുകയാണ്. അപ്പോൾ തേങ്ങക്ക് ഡ്യൂപ്ലിക്കേറ്റ് വേറെ സാധനമില്ല. അപ്പോൾ തേങ്ങ തന്നെ വേണം. ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം, അത് സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനൊരു മാറ്റം ഉണ്ടാകും നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? സർക്കാർ തലത്തിൽ ഈ കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു കർഷകർക്ക് അതിന് പറ്റിയ പറച്ചിൽ മാത്രമല്ല, അതിന് തക്കതായ ആനുകൂല്യങ്ങൾ കൊടുത്താൽ അതിനൊരു പരിഹാരം ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ വില നമുക്ക് പിടിച്ചു നിർത്താം. നമുക്ക് ഒരിക്കൽ കൂടി ആ വില നിലവാര ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 5 കിലോ ക്യാനിന് 2100 രൂപയാണ്. അതായത് ശരാശരി നിങ്ങൾക്ക് 400 രൂപ കയ്യിൽ വേണം 1 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങുന്നതിന്. അതിപ്പോൾ ഏത് ബ്രാൻഡിൻ്റെതായാലും. അപ്പോൾ വില നിലവാരം ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. 350-നും 400-നും ഇടയിൽ കൊടുത്തായിരിക്കും നിങ്ങളിപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലൂസ് വെളിച്ചെണ്ണ അവിടെ വിൽക്കുന്നത് 410 രൂപയ്ക്കാണ്. അത് ഡ്രോപ്സിൻ്റെതാകുമ്പോൾ 425 രൂപയുമാണ്. ബോട്ടിലാണെങ്കിൽ 400, കവറിലിട്ടതാണെങ്കിൽ 395. അപ്പോൾ ശരാശരി വില എന്ന് പറയുന്നത് 400-ന് ചുറ്റും കിടന്ന് കറങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ അവിടെ കാണുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇതിന്റെ പകുതിക്ക് താഴെയായിരുന്നു എന്നുള്ളത് ആ കച്ചവടക്കാരൻ തന്നെ പറയുകയാണ്. ഇതാണ് നമ്മുടെ മുന്നിലുള്ള വെളിച്ചെണ്ണ വിലയിലെ യാഥാർത്ഥ്യം.